നമ്മൾ പൊതുവെ എല്ലാവരും വാഷിംഗ് മെഷീൻ യൂസ് ചെയ്തിട്ട് ഡ്രസ്സ് വാഷ് ചെയ്യുന്ന ആളുകളായിരിക്കും അല്ലേ. പക്ഷെ നമ്മൾ ഈ വാഷിംഗ് മെഷീനിൽ ഇടാൻ പാടില്ലാത്ത ചില ഡ്രസ്സുകളുണ്ട്. അത്തരത്തിലുള്ള ആ ഇടാൻ പാടില്ലാത്ത ഡ്രസ്സുകൾ ഏതൊക്കെയാണ് എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തേത് ഡെലിക്കേറ്റ് ഫാബ്രിക്സ് ആണ്. അതായത് സിൽക്ക് സാരി അല്ലെങ്കിൽ ഷിഫോണിൻ്റെ സാരി, ലേസുകളൊക്കെയുള്ള ഡ്രസ്സ് തുടങ്ങിയവയൊക്കെ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ട് വാഷ് ചെയ്യാൻ പാടുള്ളതല്ല. പ്രത്യേകിച്ച് സിൽക്ക് സാരിയൊക്കെ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇടാൻ പാടുള്ളതേ അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ ഡ്രൈ ക്ലീനിങ് ആയിരിക്കും, ചിലതൊക്കെ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുന്നതായിരിക്കും, ചിലതൊക്കെ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ മാത്രം മതിയായിരിക്കും. അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും. അതിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. അതനുസരിച്ച് മാത്രമേ വാഷ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ സിൽക്ക് സാരീസ് അല്ലെങ്കിൽ ഷിഫോണിൻ്റെ സാരീസ്, ഡ്രസ്സുകൾ, ലേസുകളുള്ള ഡ്രസ്സുകൾ തുടങ്ങിയവയൊക്കെ നമ്മൾ ഇതിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കീറിപ്പോവുകയോ അല്ലെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും നൂല് വലിയുകയോ ഒക്കെ ചെയ്യാം. ഡിസൈനർ ഡ്രസ്സുകൾ, അതായത് നമ്മളിപ്പോൾ പലപ്പോഴായിട്ട് ഡിസൈനർ ഡ്രസ്സുകൾ പ്രിഫർ ചെയ്യാറുണ്ട് അല്ലേ. അതായത് സീക്വൻസുകൾ വെച്ചിട്ട് പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ളത്, അല്ലെന്നുണ്ടെങ്കിൽ കുറേ സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ, ഇത്തരത്തിലുള്ള ഡ്രസ്സുകളൊക്കെ ഒരു കാരണവശാലും നമ്മൾ നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഇടാൻ പാടുള്ളതല്ല. ഒരുപാട് ആളുകൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിരുന്നാലും അങ്ങനെ ഇട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കാം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത്. അതിൻ്റെ സ്റ്റോൺ വർക്കുകൾ അല്ലെങ്കിൽ ത്രെഡ് വർക്കുകൾ തുടങ്ങിയവയൊക്കെ പോകാനും മാത്രമല്ല ചിലതിൻ്റെ കളർ ഫെയ്ഡ് ആകാനും ചാൻസസ് ഉണ്ട്. ഈ വൂളൻ ക്ലോത്ത്സ് അല്ലെങ്കിൽ കമ്പിളി പുതപ്പും അല്ലെങ്കിൽ അത്തരത്തിൽ കട്ടിയുള്ള വൂളൻ ത്രെഡ് കൊണ്ട് ഉണ്ടാക്കുന്ന ഡ്രസ്സുകളും ഒന്നും തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഷിംഗ് മെഷീനിൽ ഇടാൻ പാടുള്ളതല്ല. അതിൻ്റെ നൂലിഴകളൊക്കെ വിട്ടു പോരാനും അതുപോലെ ഊരിപ്പോരാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വൂളൻ ഡ്രസ്സുകൾ വൂളൻ ഡ്രസ്സുകൾ മാത്രമല്ല, നമ്മൾ കമ്പിളി പുതപ്പുകളൊന്നും തന്നെ നമ്മളിങ്ങനെ വാഷിംഗ് മെഷീനിൽ ഇട്ടുകൂടാ. ലെതർ ഡ്രസ്സുകളും അതായത് ചില ലെതർ ജാക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള ലെതർ ജാക്കറ്റുകളോ അല്ലെങ്കിൽ മറ്റ് ലെതർ ഡ്രസ്സുകളോ ഒക്കെ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലെതർ ഡ്രസ്സുകൾ അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ മാത്രം വാഷ് ചെയ്യുക, വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാതിരിക്കുക. മെറ്റൽ സിപ്പേഴ്സ് ഉള്ള ചില ക്ലോത്ത്സ് ഉണ്ട്. അതായത് മെറ്റൽ കൊണ്ട് കുറേ എന്തെങ്കിലുമൊക്കെ ഡിസൈനോ അല്ലെങ്കിൽ സിപ്പോ ഒക്കെയുള്ള കുറേ ക്ലോത്ത്സ് നമ്മൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ക്ലോത്ത്സ് മറ്റു ക്ലോത്തുകളുടെ കൂടെ വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സ് കൊണ്ടിട്ട്, അതായത് അതിൻ്റെ സിപ്പൊക്കെ വെച്ച് അല്ലെങ്കിൽ അതിൻ്റെ മെറ്റൽ പിടിച്ചിട്ട് വേറെ ഡ്രസ്സുകൾക്ക് ഡാമേജ് ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ മറ്റു ഡ്രസ്സുകൾ അലക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അല്ലാതെയോ ഒക്കെ ഒറ്റയ്ക്കോ ഒന്നും തന്നെ നമ്മൾ ഇത്തരത്തിൽ മെറ്റൽ സിബുകളൊക്കെ ഉള്ള ഡ്രസ്സുകൾ വാഷിംഗ് മെഷീനിൽ ഇടാൻ പാടുള്ളതല്ല. ഡാർക്കും ബ്രൈറ്റും കളറുള്ള ഡ്രസ്സുകളും അതുപോലെ തന്നെ കളർ ഇളകി പോകുന്ന തരത്തിലുള്ള ഡ്രസ്സുകളും ഒരു കാരണവശാൽ വാഷിംഗ് മെഷീനിൽ ഇടരുത്. കാരണം അതിൻ്റെ കളർ പെട്ടെന്ന് ഫെയ്ഡ് ആകുമെന്ന് മാത്രമല്ല, കളർ ഇളകുന്ന ഡ്രസ്സുകളാണെങ്കിൽ അതിൻ്റെ കളർ മറ്റു ഡ്രസ്സുകളിലും പിടിക്കും, അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിൻ്റെ കളറും പോകും. സോ അത്തരത്തിലുള്ള ഡ്രസ്സുകൾ എപ്പോഴും ഹാൻഡ് വാഷ് പ്രിഫർ ചെയ്യുക. നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നമ്മൾ സാധാരണ ചില സോപ്പ് പൗഡർ അല്ലെങ്കിൽ ലിക്വിഡ് സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് മാത്രം വാഷ് ചെയ്യുക. അതുപോലെ തന്നെ അടിവസ്ത്രങ്ങളും നമ്മളിങ്ങനെ വാഷിംഗ് മെഷീനിൽ ഇടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം വേറൊന്നുമല്ല, നമ്മൾ അടിവസ്ത്രങ്ങൾ എപ്പോഴും മറ്റ് ഡ്രസ്സുകളുടെ കൂടി ഇട്ട് കഴുകുകയോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിൽ ഇട്ടാൽ മറ്റ് ഡ്രസ്സുകളിൽ നിന്നുള്ള അഴുക്കും അതുപോലെ അണുബാധകളും ഒക്കെ ഇതിലുണ്ടാകാനും അത് നമുക്ക് ബാധിക്കാനുമുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് അടിവസ്ത്രങ്ങൾ എപ്പോഴും നമ്മൾ അല്ലാതെ വാഷ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള വസ്ത്രങ്ങളൊന്നും തന്നെ നമ്മൾ ഇതുപോലെ വാഷിംഗ് മെഷീനിലിട്ട് യൂസ് ചെയ്യാനുള്ളതല്ല. നമ്മൾ ഏത് ഡ്രസ്സ് വാങ്ങിയാലും അതിൻ്റെ ചെറിയ ഒരു ടാഗിനുള്ളിൽ എഴുതിയിട്ടുണ്ടാകും അതെങ്ങനെ വാഷ് ചെയ്യേണ്ട ഡ്രസ്സാണ് എന്നുള്ളത്. സോ അതുകൊണ്ട് അത് വായിച്ചതിന് ശേഷം മാത്രം അത് അത്തരത്തിൽ വാഷ് ചെയ്യാനായിട്ട് നോക്കുക. വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യേണ്ടവ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്ത് അലക്കുക, അല്ലാത്തവ അല്ലാത്ത രീതിയിൽ അതിൻ്റെ രീതിയിൽ മാത്രം വാഷ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് വിചാരിക്കുകയാണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.